അവൻ വന്നിട്ടുണ്ട്. കാശ് കൊടുത്തിട്ട് വീടും വരയ്ക്കാനാണല്ലോ നമ്മുടെ വിധി. ലൈറ്റ് ഉണ്ടെങ്കിൽ നീ ഇതൊക്കെ തന്നെയല്ലേ അറിയണം, അല്ലാതെ കൂടുതലൊന്നും വരയ്ക്കാനൊന്നും പോകുന്നില്ല. എന്താ എടാ ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ടാ, എനിക്കത് ഉറപ്പാ. ഇപ്പൊ എന്തോ ഉണ്ടായേ അത് പറ. ഞാൻ മാത്രമേ ഇറങ്ങിയിരുന്നു. അപ്പൊ അടുക്കളയിലാവൻ നിൽപ്പുണ്ടായിരുന്ന എൻ്റെ കഷ്ടകാലത്തിനാണെങ്കിൽ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാനത് എടുക്കാൻ പോയത്. അവനോടൊരു കാര്യം അവിടെ കഥ മുഴുവൻ പറയടാ. അവൻ ആക്സിഡന്റ് പറ്റിയെന്നോ, കോമയിലായിരുന്നോ, അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് അവൻ്റെ കൈ കൊണ്ട് മരിച്ചെന്നോ എന്തൊക്കെയോ പറഞ്ഞു. അവസാനം എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അവൻ്റെ മരിച്ചുപോയ ഫ്രണ്ടിനോട് എൻ്റെ മുമ്പിൽ വെച്ച് സംസാരിച്ചതാ. എടാ ആ റൂമിൽ ഞാനും അവന് മാത്രമേ ഉണ്ടായിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നുണ്ടാ. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാടാ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ അവൻ താഴത്തെ ആരോടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടെന്ന്. ഇങ്ങനെ വിശ്വസിച്ചില്ലല്ലോ ഒന്ന്. നിനക്കും തുടങ്ങിയപ്പോ എടാ അതങ്ങനെയല്ല. എടാ എൻ്റെ വീടിനടുത്തൊരു വയസ്സനുണ്ടായിരുന്നു. ആ പുള്ളി ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളി രാത്രി ആരോടൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. എടാ എന്നിട്ട് പുള്ളി മരിച്ചപ്പോഴാടാ അറിയുന്നത്. പുള്ളി പ്രേതങ്ങളോടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എടാ അതുകൊണ്ടാണ് പറയണേ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോവാടാ. എവിടെ പോവാം? ചെന്നൈയിൽ ഈ വീട് കിട്ടിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി പുതിയ വീട് കണ്ടുപിടിക്കാനൊന്നും എനിക്ക് പറ്റൂല. എടാ നമുക്ക് പോവാണ് പ്ലീസ്. നമ്മൾ ഈ പ്രാന്തനായിട്ട് പിന്നെ എങ്ങനെ ചെയ്യും? ഭ്രാന്തൻ അവൻ്റെ ഭ്രാന്ത് ഇപ്പം മാറ്റി കൊടുക്കാം. എടാ അവനേതോ സുനിലിനായിട്ടൊക്കെ സംസാരിച്ച് നിൽപ്പണ്ടാ. എനിക്ക് ആത്മാവിൽ പേടിയുണ്ടായിട്ടില്ല. നമുക്ക് ഇതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവനൊക്കെ സൈക്കാട്രിസ്റ്റ് കാണിച്ചാലോ? ഇവിടെ പ്രാന്തനല്ലേ, ആത്മാവില്ല. അത് മാത്രമല്ല നമ്മൾ വിളിച്ചാൽ വരുമോ? ശരിയാവില്ല. എടാ എന്താ നമുക്ക് മറ്റേത് ചെയ്തോ? എന്ത് എക്സോസിസം. അതെന്താ? അവിടെ മറ്റേ ഹോളിവുഡ് സിനിമയിലൊക്കെ ഇല്ലേ? എടാ അതൊക്കെ വാളെ പറ്റിയാണ് പരിപാടിയാണ്, അതൊന്നും നടക്കുന്നില്ല. ചേട്ടാ ഇത് അങ്ങനെയൊന്നും അല്ല. നമുക്ക് വല്ല പള്ളിയിൽ അച്ഛനെ വിളിച്ചിട്ട് മൊത്തത്തിലൊന്ന് വെഞ്ചരിപ്പിച്ചാലോ? നിനക്കറിയാന്നുള്ള വെള്ളിയാഴ്ചമാരുണ്ടോ? അതിനൊക്കെ കുറേ ചിലവാകും, നടക്കുന്നുണ്ട്. വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ. വേറെ ആയിരിക്കും. ഓജോ ബോർഡ് ഇനി അതും കൂടെ ഉണ്ടായിരുന്നു. ഈ നടക്കുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. നടക്കും. നമുക്കിതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഇത് ചെയ്യേണ്ട പോലെ ചെയ്താൽ സാധനം നടക്കും. അല്ല ഇതറിയണ ആരെങ്കിലും നിനക്കറിയോ? ഒരാളുണ്ട്, മെജോ, നമ്മുടെ സീനിയറാണ്. ഓജോ മെജോ. അവനിതുപോലെ എത്ര ആത്മാക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നറിയും. അവൻ വിചാരിച്ച ഈ സാധനം സിമ്പിളായിട്ട് നടക്കും. നമുക്ക് അവനെ വിളിച്ചാലോ? മെജോ ഒരു ഹെൽപ്പ് വേണം.
ഓജോ ബോർഡ്. ഇതുണ്ടാക്കിയത് കുറച്ച് പാടോട്ടാണ്. ഇരി ഇരി. ഇവിടെ അല്ല, ഇവിടെ അല്ല, നീ അപ്പുറം. ദുഷ്ടശക്തികളെ എതിരെ വരണം. കോയി അഹങ്കാരം അല്ലേ? ശരിക്ക് തരാം. അപ്പോ ഇത് കത്തിച്ചതിന് ശേഷം നമ്മൾ ആത്മാവിനെ ഈ ഓജോ കൊണ്ട് വിളിച്ചു വരുത്താൻ പോവുകയാണ്. എന്തും സംഭവിക്കാം. Good spirit, please come. Please come. Good spirit, please come. Okay. Good spirit, please come. 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 സ്പിരിറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. സ്പിരിറ്റ് ഒന്നും നമ്മളങ്ങനെ അറിയും. മനസ്സിലായില്ലേ? സ്പിരിറ്റ് നമ്മുടെ കൂടെ ഉണ്ട്. പേടിയണ്ട, ഞാൻ ആത്മാവായി സംസാരിക്കാൻ പോവുകയാണ്. ഒന്നും സംഭവിക്കില്ല. പക്ഷേ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചു ആത്മാവിനോട് ദേഷ്യം വരും. Silence. Shh. ഒച്ചയുണ്ടാക്കരുത്.